വിശുദ്ധ പടയാളി സെയിന്റ് ജോർജിന്റെ ജീവിതരംഗങ്ങളിലേക്ക്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയോ ക്രിസ്തുമതം സ്വീകരിക്കുകയോ ചെയ്യുന്നത് റോമാ സാമ്രാജ്യത്തിൽ ഭീകര കുറ്റമാണ്. നിങ്ങളെല്ലാം ആ കുറ്റം ചെയ്തിരിക്കുന്നു. വധിക്കാനാണ് സീസർ ഗലേറിയസിന്റെ കൽപ്പന. വധശിക്ഷ നടപ്പാക്കാനായി പട്ടാള മേധാവി വീനിയസ് ഇപ്പോൾ ഇങ്ങെത്തും. പക്ഷെ നിങ്ങൾ മാനസാന്തരപ്പെടുമെങ്കിൽ വീനിയസ് ശിക്ഷ ഇളവ് ചെയ്തേക്കും. മാനസാന്തരപ്പെടുക എന്ന് വെച്ചാൽ മേലിൽ ആ നസറായന്റെ പേര് ആരും മിണ്ടിപ്പോകരുത്. മറ്റൊന്ന്, ക്രിസ്തുമതം സ്വീകരിക്കാൻ പാടില്ല. റോമാക്കാരായ നമ്മുടെ ദൈവങ്ങളാണ് അപ്പല്ലനും ഹെരാക്ലിയനും. ആ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കുകയും വേണം. മാപ്പ് പറഞ്ഞ് ഈ വ്യവസ്ഥ അംഗീകരിക്കുന്നവർക്ക് ഒരുപക്ഷെ വധശിക്ഷ ഒഴിവായി കിട്ടിയേക്കും. വീനിയസ് മനസ്സലിവുള്ള പട്ടാളക്കാരനാണ്. നിങ്ങൾ അദ്ദേഹത്തോട് മാപ്പ് അപേക്ഷിക്കുക. അതാ വീനിയസ് വരുന്നു. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിന്റെ അനുയായികളാണ്. അതെ. അവൻ ദൈവമാണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ, അവൻ സത്യദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ്, ലോകരക്ഷകനാണ്. ലോകരക്ഷകൻ കാൽവരി മലയിൽ ഒരു മരക്കുരിശിൽ തറയ്ക്കപ്പെട്ട് മരണമടഞ്ഞല്ലോ. ഇല്ല, മനുഷ്യപുത്രനായി ജനിച്ച അവൻ തന്റെ രക്തത്താൽ മാനവജനതയുടെ ആകെ പാപം കഴുകിക്കളഞ്ഞു. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കരകയറുകയും ചെയ്തു. ഒരു രാജ്യത്തിനൊരു നിയമമുണ്ട്. ആ നിയമം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. റോമയുടെ ദൈവങ്ങൾ അപ്പല്ലനും ഹെരാക്ലിയനുമാണ്. ആ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിച്ചേ പറ്റൂ. അപ്പോൾ നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകില്ല. ഞാനൊരു പട്ടാള ഉദ്യോഗസ്ഥനാണ്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ വിശ്വസ്തനായ സീസർ ഗലേറിയസിന്റെ കൽപ്പന നടപ്പാക്കുവാനാണ് ഞാൻ വന്നത്. ആ കൽപ്പന നിങ്ങളെ വധിക്കണമെന്നുള്ളതാണ്. എങ്കിലും ആ കൽപ്പന ലംഘിക്കുകയല്ല. നിങ്ങൾ മാനസാന്തരപ്പെടുമെങ്കിൽ നിങ്ങളെ ഞാൻ ജീവനോടെ വിട്ടയക്കാം. കർത്താവായ യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം ഞങ്ങൾക്കാർക്കും വേണ്ട. എങ്കിലിതാ, നിങ്ങൾ ഓരോരുത്തരുടെയും ശിരസ്സുകൾ ഈ ഭൂമിയിലേക്ക് വീഴാൻ പോവുകയാണ്. ആ യേശു തന്നെ നിങ്ങളെ വന്ന് രക്ഷിക്കട്ടെ. ഇല്ല, ഇല്ല, ഈ അടിയുറച്ച വിശ്വാസം എന്നെ തളർത്തുന്നു. ഒരു ക്രിസ്ത്യാനിയെയും കൊല്ലാൻ എന്റെ വാൾ ഇനി ഞാൻ ഉപയോഗിക്കില്ല. ഇത് സത്യം, സത്യം. വിശുദ്ധ ഗീവർഗീസ് സഹദ. പാശ്ചാത്യരും പൗരസ്ത്യരും ക്രൈസ്തവരും അക്രൈസ്തവരും ഒരുപോലെ ആരാധിക്കുന്ന വിശുദ്ധ മധ്യസ്ഥൻ. പൈശാചിക തിന്മകളുടെ പ്രതീകമായ ഘോരസർപ്പങ്ങളുടെ അന്തകൻ. നന്മയുടെ വെളിച്ചത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്ന പുണ്യവാളൻ. റോമാ സാമ്രാജ്യത്തിലെ പ്രമുഖ പട്ടണമായിരുന്ന കപ്പദോക്യയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. പൗരാണിക കുടുംബാംഗമായ ഗാദിയോന്റെയും ദക്രീനയുടെയും രണ്ടാമത്തെ പുത്രനായ
വീനിയസാണ് പിൽക്കാലത്ത് ഗീവർഗീസായി അറിയപ്പെട്ടത്. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ഗലേറിയസ് ചക്രവർത്തിയുടെ പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു വീനിയസ്. ഗീവർഗീസിൻ്റെ ചരിത്രം ഐതിഹ്യപൂർണമാകയാൽ ചരിത്രവും ഐതിഹ്യവും വേർതിരിക്കാൻ പ്രയാസമുണ്ട്. ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് റോമൻ മതപീഡനങ്ങളുടെ ഇടയ്ക്ക് ഗീവർഗീസ് വധിക്കപ്പെട്ടു എന്നുള്ളത് അനിഷേധ്യമായൊരു വസ്തുതയാണ്. ലോകമാസകലം വിശുദ്ധനോടുള്ള ഭക്തിയും വിശുദ്ധന്റെ പല തീർത്ഥസ്ഥലങ്ങളും അദ്ദേഹത്തിൻ്റെ മഹത്വമേറിയ രക്തസാക്ഷിത്വത്തിനും മാധ്യസ്ഥ ശക്തിക്കും തെളിവാണ്. സെന്റ് ജോർജിന്റെ പ്രതിമയിൽ അദ്ദേഹത്തെ നാം കുതിരപ്പുറത്താണ് കാണുന്നത്. വിശുദ്ധ ഗീവർഗീസ് തൻ്റെ വിശ്വാസവും ധീരതയും വഴി പിശാചിനെ പരാജയപ്പെടുത്തുന്നതിൻ്റെ പ്രതീകമാണ് കുതിരയുടെ പാദങ്ങളുടെ കീഴിൽ കുന്തത്തിൻ്റെ കുത്തേറ്റ് മലരുന്ന കാളസർപ്പം. സർപ്പത്തെ കൊന്ന് രാജകുമാരി സാബ്രയെ രക്ഷിച്ചുവെന്നുള്ളത് 12-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു ഇറ്റാലിയൻ ഐതിഹ്യമാണ്. ഇതൊരു നാടകമായതിനാൽ ഈ ഐതിഹ്യവും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവതരിപ്പിക്കുന്നു വിശുദ്ധ പടയാളി. അതിനാൽ ക്രിസ്തുമതത്തെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. പണ്ടെങ്ങോ ചമ്മട്ടി കൊണ്ട് അടിയേറ്റ് മരക്കുരിശിൽ തറയ്ക്കപ്പെട്ടവന്റെ പേരിൽ ഒരു മതം. അവനെ പാടി പുകഴ്ത്തി നടക്കുന്നവർക്ക് ലജ്ജയില്ലയോ? അവൻ മനുഷ്യപുത്രനായി ജനിച്ച ദൈവപുത്രനായിരുന്നത്രേ. എന്ത് വിഡ്ഢിത്തം! എന്നാൽ റോമാ സാമ്രാജ്യം ഇവനെ അംഗീകരിക്കുന്നില്ല. ഇവന്റെ അനുയായികളായി ഒരാൾ പോലും ഈ രാജ്യത്തുണ്ടാകാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടായാൽ അവരെ കണ്ടാൽ ആ നിമിഷം തന്നെ വധിച്ചേക്കുവാൻ നാം കൽപ്പിക്കുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഭരിക്കുന്ന റോമിന്റെ പൗരസ്ത്യ ദേശത്തെ ഭരണ ചുമതല സീസറായ ഈ ഗലേറിയസിന് എന്ന് കിട്ടിയോ അന്നു മുതൽ നാം കൽപ്പിക്കുന്നതാണ്, യേശുവിന്റെ നാമം ഈ രാജ്യത്ത് ആരും ഉച്ചരിച്ചു പോകരുത്. അവന്റെ പേരുച്ചരിക്കുന്ന ആരെങ്കിലും ഈ രാജ്യത്തുണ്ടെങ്കിൽ അവരെ ഇരുമ്പ് ചീർപ്പുകൊണ്ട് ചീകി ശരീരത്തിലെ തൊലി ഉരിച്ചു കളഞ്ഞതിനു ശേഷം വധിക്കുവാൻ നാം കൽപ്പിക്കുന്നു. റോമാക്കാരുടെ ദൈവം അപ്പല്ലനും ഹെരാക്ലിയനുമാണ്. അവരുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുക. അല്ലാതെ കാൽവരിയിൽ കിടന്ന് പിടഞ്ഞവന്റെ നാമം ഇവിടെ ആരും മിണ്ടിപ്പോകരുത്. ചക്രവർത്തി തിരുമനസിന് വന്ദനം. സർവസൈനാധിപൻ മഗ്നാത്തീസ് തിരുമനസുകൊണ്ട് ഇവിടെ എഴുന്നള്ളുന്നു. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ സീസർ ഗലേറിയസ് നീണാൾ വാഴട്ടെ. സർവസൈന്യാധിപൻ മഗ്നാത്തിയോസിന് രാജസഭയിലേക്ക് സ്വാഗതം. ഉപവിഷ്ടനായാലും. മഗ്നാത്തിയോസ്, എന്താണാവോ അങ്ങയുടെ ആഗമന ഉദ്ദേശം? വളരെ അപ്രതീക്ഷിതമായിട്ടാണല്ലോ. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ റോമയുടെ സർവ്വസൈന്യാധിപന്റെ വരവ്. റോമാ സാമ്രാജ്യം വളരെ വലിയൊരു അപകട ഭീഷണിയിലാണ്. നമ്മൾ ജാഗരൂകരാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മഗ്നാത്തിയോസ്, കാര്യങ്ങൾ വിശദമായി പറഞ്ഞാലും. മറ്റൊന്നുമല്ല, ദാവീദ് ഗോത്രത്തിൽ ജനിച്ച് മതപുരോഹിതന്മാരാൽ പിടിക്കപ്പെട്ട് അന്നത്തെ റോമാ ഗവർണർ പിലാത്തോസ് കുരിശിൽ തറച്ചു കൊന്ന ആ തച്ചന്റെ മകൻ തന്നെ പ്രശ്നം. അവനിപ്പോഴും അനുയായികൾ. ഓ, ക്രിസ്ത്യാനികൾ! അവരെ നാം വംശനാശം വരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അവിടെവിടെയായി വിത്തുകൾ മുളപൊട്ടും പോലെ ഓരോ ക്രിസ്ത്യാനി ഉയർന്നു വരും. നമ്മളത് അപ്പോൾ തന്നെ പിഴുതെറിയും. എന്നാൽ അങ്ങനെയല്ല സത്യസന്ധമായ കാര്യങ്ങൾ. ആ യേശുവിന്റെ അനുയായികൾ ശക്തി പ്രാപിച്ചുയർന്നു വരികയാണ്. ക്രിസ്തുമത വിശ്വാസം ചെറിയൊരു കാര്യമല്ല, അത് കടൽ പോലെ അലയടിക്കുകയാണ്. അത് നമ്മൾ അറിയുന്നില്ല. ക്രിസ്ത്യാനികൾക്കെതിരെ നമ്മൾ ശക്തമായ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. ആ യേശുവിന്റെ നാമം ആരുച്ചരിക്കുന്നുവോ ആ നാവ് അപ്പോൾ തന്നെ പിഴുതുകളയുവാൻ നാം ആഹ്വാനം നൽകി കഴിഞ്ഞു. എവിടെ ക്രിസ്ത്യാനികൾ കൂട്ടം കൂടാൻ ശ്രമിക്കുന്നുവോ അവരെ അപ്പോൾ തന്നെ പിടിച്ച് തടങ്കലിലാക്കി ക്രൂരമായി പീഡിപ്പിച്ച് ഇരുമ്പ് ചീർപ്പുകൾ കൊണ്ട് ചീകി തൊലിയുരിഞ്ഞ് ക്രൂരമായി വധിക്കാനാണ് നാം കൽപ്പന നൽകിയിരിക്കുന്നത്. അങ്ങനെ യാതൊരു ദൈവം കൂടാതെ നമ്മൾ അവരെ കൂട്ടം കൂട്ടമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയൊന്നും അവസാനിക്കുന്നവരല്ല ആ യേശുവിന്റെ അനുയായികൾ. ആ ക്രിസ്തു ഒരു വല്ലാത്ത ജന്മം തന്നെയായിരുന്നു. ഇത്രയേറെ ജനങ്ങളെ സ്വാധീനിക്കാൻ അയാൾക്ക് എങ്ങനെ കഴിഞ്ഞു? കുറെ മുക്കുവരായിരുന്നു അന്നത്തെ അവന്റെ പ്രധാന കൂട്ടുകാർ. പക്ഷെ സീസർ, അവിടെ നീ പ്രശ്നത്തെ വളരെ ഗൗരവത്തോടെ കണ്ടേ പറ്റൂ.
അവിടുന്ന് പറയൂ മഗ്നാത്തിയോസ്, അതെ, നാം എന്താണ് വേണ്ടത്? ചില നിർദ്ദേശങ്ങളുമായിട്ടാണ് നാം ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ക്രിസ്ത്യാനികളെ വധിക്കാൻ നാം ഒരു പ്രത്യേക സൈന്യത്തെ രൂപീകരിക്കണം. അത് വളരെ നല്ല കാര്യം. ഉടൻ നമുക്കത് ചെയ്യാം. ആ വിനീയസിനെ നമുക്ക് സൈന്യത്തിന്റെ സേനാനായകനുമാക്കാം. വീനിയസ്, ആ കപ്പദോക്യക്കാരൻ. പക്ഷേ അവന്റെ അമ്മയുടെ രാജ്യം ലാസിയാണ്. അതെന്തുമാകട്ടെ, വീനിയസ് ശക്തനും പ്രതിബദ്ധതയുള്ളവനുമാണ്, നല്ല പട്ടാളക്കാരൻ. നമുക്കവനെ സൈന്യത്തലവനാക്കാം. ക്രിസ്തുവിന്റെ പേര് പറയുന്ന ഒരാൾ പോലും റോമാ സാമ്രാജ്യത്തുണ്ടാകാൻ പാടില്ല. ചക്രവർത്തി തിരുമനസിന് മംഗളം. വീനിയസ് മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. അത്ഭുതം തന്നെ. അയാളെക്കുറിച്ച് നാം സംസാരിക്കുന്നു. അപ്പോൾ തന്നെ അയാൾ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. ഏറെ സന്തോഷം തോന്നുന്നു വീനിയസ്. സർവ്വസൈന്യാധിപൻ മഗ്നാത്തിയോസും നാമും കൂടി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതേയുള്ളൂ. ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ ഇറങ്ങിയവരെ തെരഞ്ഞു പിടിച്ച് താങ്കൾ വധിക്കുന്നുണ്ടെന്നും ഒരു ക്രിസ്ത്യാനിയും താങ്കൾ വെറുതെ വിടുന്നില്ലെന്നും ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ. എന്നാൽ വീനിയസ്, ഈ സമയത്ത് ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ താങ്കളെ സഭയിലേക്ക് വിളിപ്പിക്കുമായിരുന്നു. എന്താണ് തിരുമനസ്സേ കാര്യം? കൽപ്പിച്ചാലും. ക്രിസ്തുമത അനുയായികളെ മാത്രം അമർച്ച ചെയ്യാനായി നാം പ്രത്യേക സൈന്യത്തെ നിയോഗിക്കുന്നു. അതിന്റെ സൈന്യാധിപ സ്ഥാനം വീനിയസിന് നൽകാൻ നാം തീരുമാനിച്ചു കഴിഞ്ഞു. തിരുമനസ് ക്ഷമിക്കണം. ഞാൻ തിരുവുള്ളത്തിന്റെ മുമ്പാകെ ഒരു പ്രത്യേക കാര്യം ഉണർത്തിക്കാനാണ് വന്നത്. പറയൂ വീനിയസ്. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. പട്ടാള ജീവിതം അടിയൻ ഉപേക്ഷിക്കുന്നു. വീനിയസ്, എന്താണ് പറഞ്ഞു വരുന്നത്? ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ അവിടെ തന്നെ നിയോഗിച്ചു. ഞാൻ റോമയുടെ പട്ടാള ഉദ്യോഗസ്ഥനായതുകൊണ്ട് താല്പര്യമില്ലാത്ത കാര്യമായിരുന്നിട്ടും ആത്മാർത്ഥതയോടെ നിർവഹിച്ചു. എന്നാൽ ഇനി അത് സാധ്യമല്ല. എന്റെ ആത്മാവ് പറയുന്നു, എന്റെ പ്രവൃത്തികൾ അനീതിയും അധർമ്മവുമാണെന്ന്. ഇനി അത് വയ്യ തിരുമനസ്. നമ്മുടെ ദൈവങ്ങളായ അപ്പല്ലനും ഹെരാക്ലിനും ഇഷ്ടമുള്ള കാര്യങ്ങൾ എങ്ങനെ അധർമ്മമാകുന്നു? ഞാൻ കല്ലുകളായ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നില്ല തിരുമനസ്സേ. ജീവനുള്ള ദൈവത്തിന്റെ ആരാധകനാണ് ഞാൻ. മനസ്സിലായില്ല. യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണ്. അവൻ നന്മകളുടെ വെളിച്ചമാണ്. മാനവജനതയുടെ മോചന ഗായകനാണ്. പ്രപഞ്ചരക്ഷകനാണ്. നീതി സൂര്യനാണ്. വീനിയസ്, അവിവേകമാണ് നിങ്ങൾ കാണിക്കുന്നത്. ധിക്കാരമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ നിങ്ങൾ ധീരനായ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായതുകൊണ്ട് നാം ഇത് ക്ഷമിക്കുന്നു. വീനിയസ്, ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. നിങ്ങളുടെ സേവനം റോമാ സാമ്രാജ്യത്തിന് അനിവാര്യമാണ്. ക്ഷമിക്കണം തിരുമനസ്സേ. അടിയനെ പോകാൻ അനുവദിക്കണം. നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം വീനിയസ്. നാം ആലോചിച്ചെടുത്ത തീരുമാനമാണ് തിരുമനസ്സേ. നിങ്ങൾ തികഞ്ഞ ആത്മാർത്ഥതയും സത്യസന്ധതയും ദേശസ്നേഹവുമൊക്കെ പുലർത്തിയിരുന്ന ഒരു സൈനികനാണ്. അതുകൊണ്ട് നാം നിങ്ങളെ പോകാൻ അനുവദിക്കുന്നു. പക്ഷെ പിരിച്ചുവിടുന്നില്ല. മാനസാന്തരത്തോടെ താങ്കൾ തിരിച്ചു വരുമെന്ന് തന്നെ നാം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് താങ്കളുടെ വെള്ളക്കുതിരയെ തിരിച്ചു വാങ്ങിക്കുന്നില്ല, ആ പടച്ചട്ടയും. താങ്കൾക്ക് പോകാം. പക്ഷേ തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ക്രിസ്തുമത വിശ്വാസികളുടെ നായക, വിശ്വാസത്തിൽ അടിയുറച്ച് യാത്ര ചെയ്യുക. ഗീവർഗീസ് എന്ന നാമം സ്വീകരിക്കുക. നിനക്കായി വിശ്വാസികൾ കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വീനിയസ് തന്റെ വെള്ളക്കുതിരയുമായി ക്രിസ്തുമത വിശ്വാസികളുടെ സങ്കേതത്തിലെത്തി. അക്കാലത്ത് ക്രൈസ്തവ വിശ്വാസികളുടെ നായകൻ എപ്പപ്രോദിത്തോസ് ആയിരുന്നു. എപ്പപ്രോദിത്തോസ് വീനിയസിനെ ക്രൈസ്തവ വിശ്വാസ പ്രമാണങ്ങളും ദൈവദർശനങ്ങളും ആഴത്തിൽ പഠിപ്പിച്ചു കൊടുത്തു. തുടർന്ന് വീനിയസ് മാമോദിസ സ്വീകരിച്ചു. ഗീവർഗീസ് എന്ന നാമവും സ്വീകരിച്ചു. അങ്ങനെ ഗീവർഗീസ് നിത്യമായ ദൈവരാജ്യത്തിന്റെ സന്ദേശവാഹകനായ ഗീവർഗീസ് ആയിത്തീർന്നു. അചഞ്ചല വിശ്വാസം അദ്ദേഹത്തിന്റെ പടച്ചട്ടയായി. നിരന്തര പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ആയുധമായി. അവിടുന്ന് സുവിശേഷ സന്ദേശവുമായി നാടുകളിൽ നിന്നും നാടുകളിലേക്ക് സഞ്ചരിക്കവെയാണ് ഒരിടത്ത് വെച്ച് ആ വ്യാളയുടെ പ്രവേശനം.
ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യാനാണ്? നമ്മളെല്ലാവരെയും ആ ഭീകര വ്യാളി തിന്നു തീർക്കും. ഒടുവിൽ റോമാ സാമ്രാജ്യത്തെയും വിഴുങ്ങും. ആടുകളെ കൊടുത്തിട്ട് ഈ പെരുമ്പാമ്പിന് തൃപ്തിയാവുന്നില്ലേ? ആളുകളെല്ലാം ഈ ജന്തു തിന്നു തീർത്തു. ഇനി നമ്മുടെ നാട്ടിൽ ആടുകളില്ല. കുറെ നാളുകളായി മനുഷ്യരെ പിടിക്കാൻ തുടങ്ങിയിട്ട്. അതിന് വെറും മനുഷ്യരെ മാത്രം അവന് പോരല്ലോ, കന്യകളായ യുവതികൾ തന്നെ വേണം. അവരുമായി രമിച്ചതിന് ശേഷം അവരെ അവൻ തിന്നും. അതാണ് അവന്റെ രീതി. അതിന് നമ്മൾ നാട്ടുകാർ വെള്ളം കുടിക്കുന്നത് ആ മലയുടെ താഴ്വരയിൽ കൂടി വരുന്ന ഈ ഉറവയിൽ നിന്നല്ലേ? അതെ, അതുകൊണ്ടാണല്ലോ അവൻ ആ തുരങ്കത്തിൽ കയറി അടഞ്ഞിരിക്കുന്നത്. ഘോര വിഷമാണ് അവന്റെ വായിൽ നിന്നും വമിക്കുന്നത്. ആ ജലസ്രോതസ് മുഴുവൻ വിഷമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ദൈവം വിചാരിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. അപ്പല്ലനെയും ഹേരാക്ലിയനെയും പ്രാർത്ഥിക്കും. അതാ നമ്മുടെ നാടുവാഴി പ്രഭുവും കൂട്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്. യസന്യാവ്, അടിയൻ പ്രഭു അരുളി ചെയ്താലും. പൂജാരിയെ വിളിക്കാൻ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ? അയച്ചിട്ടുണ്ട് പ്രഭു. ആ വ്യാളി തുരങ്കത്തിനകത്ത് തന്നെ ഇരിക്കുകയാണോ? അതേ പ്രഭു. ഓഹോ, അവൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് നമ്മളെടുത്ത് അങ്ങ് വിഴുങ്ങിക്കളയുമോ? അതൊന്നുമില്ല. ഈ വ്യാളി ചില റോമൻ ചക്രവർത്തിമാരെ പോലെയാണ്. കന്യകകളായ യുവതികളെയാണ് ഇഷ്ടം. പിന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചക്രവർത്തിമാർ യുവതികൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൊന്നുകളയും. ഇവൻ പക്ഷേ തിന്നുകളയും. അങ്ങനെ ഒരു ഉപകാരം ചെയ്യും. ഹോ, എന്ത് വിചിത്രമായ ജീവി! പാമ്പാണോ? പാമ്പല്ല. വ്യാഘ്രമാണോ? അതുമല്ല. മുതലയാണോ? അതുമല്ല. ഇതൊരു അത്ഭുത ജീവി തന്നെ. പ്രഭോ, ഇത് അങ്ങനെ ഒരു ജീവിയൊന്നുമല്ല. ദൈവമാ, ദൈവം. ദൈവമോ? അതെ, അപ്പല്ലൻ സൃഷ്ടിച്ച ദൈവമാ. മനുഷ്യൻ അപ്പല്ലനെയും ഹെരാക്ലിയനെയും തൊഴാതെ ആ കുരിശിൽ തൂങ്ങിയ യേശുവിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയില്ലേ? ആ വൈരാഗ്യത്തിന് അപ്പല്ലൻ സൃഷ്ടിച്ച ഭീകരനായ ഉപദൈവമാ ഈ വ്യാളി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ദൈവത്തിന് വേണ്ടത് രക്തമാ, മനുഷ്യരക്തം. ഏതോ ഒരു ക്രിസ്ത്യാനി പറഞ്ഞെന്ന് കേട്ടു, ഈ വ്യാളി സാത്താനായ ലെഗിയോൺ ആണെന്ന്. ക്രിസ്ത്യാനികൾ ഈ ഭൂമിയിൽ ഉണ്ടായാൽ ഇതുപോലെ ദൈവകോപം ഉണ്ടായി ഇത്തരം ക്രൂരമായ ജീവികൾ അവതരിക്കും. ആദ്യം വേണ്ടത് ആ യേശുവിന്റെ പേര് പറയുന്നവരെയൊക്കെ വധിക്കുകയാണ്. ദേ, പൂജാരി വരുന്നു. അപ്പല്ലൻ തമ്പുരാനെ, ഹെരാക്ലിയ പ്രഭോ, അടിയനെ കാത്തു രക്ഷിച്ചാലും നാടിനെ ഈ വിപത്തിൽ നിന്ന് രക്ഷിച്ചാലും. നാടുവാഴി പ്രഭുവിന് മംഗളം. പൂജാരി, അവിടുന്ന് വിളിപ്പിച്ചത് പല ഉപദേശങ്ങളും തേടാനാണ്. മുമ്പ് അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് ഓരോ ദിവസവും ഓരോ ആടുകളെ വീതം ഈ പെരുമ്പാമ്പന് കൊടുത്തു. ഇപ്പോൾ ഈ നാട്ടിൽ ആടുകളില്ലാതായി. ഈ ജീവി ഓരോ ദിവസവും ഓരോ മനുഷ്യന് പിടിച്ചു തിന്നുന്നു, അതും യുവതികളെ. പ്രഭോ, അവിടുന്ന് ചില അന്ധവിശ്വാസങ്ങൾ പറയുന്നു. അത് തിരുത്തണം. ഈ ജീവി പെരുമ്പാമ്പൊന്നുമല്ല, അത് നമ്മുടെ ദൈവമായ അപ്പല്ലന്റെ മറ്റൊരു അവതാരമാണ്. രാജ്യത്ത് മനുഷ്യർക്ക് ദൈവവിശ്വാസം നശിച്ചു. അവൻ വിഗ്രഹങ്ങളെ പൂജിക്കാൻ മടിക്കുന്നു, വഴിപാടുകൾ അർപ്പിക്കാൻ മടിക്കുന്നു, കുരുതികൾ നടത്തുന്നില്ല. അപ്പല്ലൻ തമ്പുരാനും ഹെരാക്ലിയൻ പ്രഭുവും കോപിച്ച് കലിപൂണ്ടിരിക്കുകയാണ്. അപ്പല്ലൻ വ്യാളി രൂപത്തിൽ അവതരിച്ച ദൈവമാണ് ആ നീരുറവ കലക്കി കിടക്കുന്നത്. മനുഷ്യർക്ക് ഉപദ്രവം ചെയ്യുന്ന ദൈവമോ? ഗത്യന്തരമില്ലാതെ വന്നപ്പോ ദൈവം കോപിച്ചതാണ്. പൂജാരി, എന്താണ് പ്രതിവിധി? ഞാനും ദൈവമായ അപ്പല്ലനും തമ്മിൽ സംസാരിച്ചു. ദൈവവുമായി സംസാരിച്ചെന്നു? അതെങ്ങനെ? പ്രഭു, ഇവര് പൂജാരിമാരെ മിക്കവാറും ദൈവങ്ങളുമായിട്ട് സംസാരിക്കും. അതിനുള്ള അനുവാദം ദൈവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പല്ലൻ ദൈവം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഓരോ ദിവസവും ഓരോ കന്യകളായ പെൺകുട്ടികളെ വ്യാളിയുടെ സങ്കേതത്തിൽ എത്തിക്കുക. വ്യാളി രമിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യട്ടെ. ഇതല്ലാതെ മറ്റൊരു പ്രതിവിധിയുമില്ലേ? ഒരു പ്രതിവിധിയുമില്ല. കന്യകകളായ യുവതികൾ അതിന് തയ്യാറാകുമോ? തയ്യാറാകണം. അല്ലെങ്കിൽ ഈ വ്യാളി എല്ലാവരെയും പിടിച്ചു വിഴുങ്ങിക്കളയും. ഹോ, ഇത് വല്ലാത്ത പ്രതിസന്ധിയാണല്ലോ. ഒരു പ്രതിസന്ധിയുമില്ല പ്രഭോ. പ്രതിവിധി അടിയൻ നിർദ്ദേശിക്കാം.
നാട്ടിലെ കന്യകകളുടെ പേരെഴുതി നറുക്കിടുക. ഓരോ ദിവസവും നറുക്ക് വീഴുന്ന കന്യക വ്യാളിക്ക് ബലിയാകട്ടെ. യസന്യാവോ, അടിയൻ. ഇന്നലെ വ്യാളി ദൈവത്തിന് തിരുമുൽക്കാഴ്ചയായി പോകാൻ ഏത് കന്യകയ്ക്കാണ് നറുക്ക് വീണത്? മെരാരിയുടെ മകളായ ഹെബ്രോലിന്. അതിഗംഭീരം. ആ മെരാരി ഒരു വലിയ ധിക്കാരി കൂടിയാണ്. അവന് അങ്ങനെ തന്നെ വേണം. അയാൾ മകളെ വിടാൻ വിസമ്മതിച്ചു. എന്നിട്ട് ഞാനും പൂജാരിയും നാട്ടുകാരും കൂടി മെരാരിയെ കയ്യേറ്റം ചെയ്തു. ഒടുവിൽ അയാളുടെ മകൾ വ്യാളിക്ക് ബലിയായി അർപ്പിക്കപ്പെട്ടു. ഇനി നറുക്ക് വീഴുമ്പോൾ കന്യകകളെ വിടാൻ വിസമ്മതിക്കുന്ന മാതാപിതാക്കളെ പിടിച്ചുകെട്ടി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ മതി. നാം ശിക്ഷിച്ചോളാം. അടിയൻ അങ്ങനെ ചെയ്യാം. യസന്യാവോ, അടിയൻ. ഈ വ്യാളി ദൈവത്തിന് ഭക്ഷണ സാധനങ്ങളോടൊപ്പമാണല്ലോ നമ്മൾ കന്യകകളെ അയക്കുന്നത്. ഭക്ഷണത്തെയും കന്യകയെയും കാണുമ്പോൾ ദൈവമായ വ്യാളി ആദ്യം കന്യകയുമായി രമിക്കും. അതിനുശേഷം ആദ്യം അവളെ തിന്നും, തുടർന്ന് ഭക്ഷണവും കഴിക്കും. എന്താണ് ബന്ധനസ്ഥനായ ഈ നീചൻ ഏതാണ്? ഇവൻ ഈ നാട്ടുകാരനാണ് പ്രഭു. ഇവന്റെ പേരിൽ ആരോപിതമായ കുറ്റം? ഇവൻ യേശുദേവനെ സ്തുതിച്ചുകൊണ്ട് നടക്കുന്നു, കർത്താവിന്റെ സുവിശേഷ വേല ചെയ്യുന്നു. കർത്താവോ? ഏത് കർത്താവ്? ഓ, പണ്ട് ഗലീലിയയിലും യോർദാൻ തീരത്തുമൊക്കെ കുറെ അധമന്മാരോടൊപ്പം ചുറ്റിടന്ന ഒരു നസ്രത്തുകാരൻ. താൻ ദൈവമാണെന്നൊക്കെ പറഞ്ഞു നോക്കി, രക്ഷ കിട്ടിയില്ല. പന്തിയോസ് പിലാത്തോസിന്റെ ഭടന്മാർ പിടിച്ചുകെട്ടി കാൽവരിയിൽ 2 കള്ളന്മാരോടൊപ്പം കുരിശിൽ കയറ്റി. അവനാണോ നിന്റെ ദൈവം? അതെ, അവൻ തന്നെയാണ് എൻ്റെ ദൈവം. ദരിദ്രരായ ഞങ്ങൾ വിളിച്ചപ്പോൾ വിളികേട്ട ദൈവം, എല്ലാ യാതനകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുന്ന ദൈവം. അവന്റെ കണ്ണ് നീതിമാന്മാരായ ഞങ്ങളുടെ മേലിരിക്കുന്നു. അവിടുത്തെ ചെവി ഞങ്ങളുടെ നിലവിളിയെ ശ്രദ്ധിക്കുന്നു. ഇനി ഒരു അക്ഷരം ശബ്ദിച്ചു പോരുത്. സുവിശേഷം പ്രസംഗിച്ച് കിടക്കുന്ന ഇവന്റെ നാവ് മുറിച്ചു കളയുക. നിൽക്കൂ. പിതാവേ, ക്ഷമിക്കണം. അവിടുത്തെ മകൾ ഒരു കാര്യം അപേക്ഷിക്കുന്നു. അവിവേകമാണെങ്കിൽ അവിടുന്ന് പൊറുക്കണം. മകളെ സാബ്ര, എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നാം ജീവന് തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ മകൾ നമുക്കൊരു ദൗർബല്യമാണെന്ന് എല്ലാവർക്കും അറിയാം. സാബ്ര, നീ അപേക്ഷിക്കുകയൊന്നും വേണ്ട, കാര്യം പറയൂ. ഈ സുവിശേഷകനെ ശിക്ഷിക്കരുത്. അദ്ദേഹത്തിനെ വിട്ടയക്കാൻ കൽപ്പനയാകണം. മകളെ സാബ്ര, സ്നേഹഗായകനായ യേശു കാരുണ്യവാനായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. അവൻ ദുർബലന്റെ ദൈവമാണ്, ആലംബഹീനന്റെ അത്താണിയാണ്. ആ യേശുവിന്റെ സുവിശേഷം അറിയിച്ചു നടക്കുന്ന ഒരാളെ ഇങ്ങനെ ശിക്ഷിക്കരുത്. മോളെ, നീ എന്ത് ധിക്കാരമാണ് ഈ പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ? യേശുവല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം അപ്പല്ലനും ഹെരാക്ലിയനുമാണ്. അവതാരങ്ങളാകുന്ന ദുഷ്ടവ്യാളികളെ അയച്ച് കന്യകകളാകുന്ന യുവതികളുടെ കന്യകാത്വം നശിപ്പിക്കുകയും അവരെ വിഴുങ്ങുകയും ചെയ്യുന്ന ദൈവം ദൈവമാണോ പ്രഭോ? പ്രഭോ, ഇന്നത്തെ നറുക്ക് വീണു. ആരാണ് വ്യാളിക്കിന്ന് തിരുമുൽക്കാഴ്ചയായി പോകുന്ന യുവതിയായ കന്യക? അവിടുത്തെ മകൾ, ഈ നിൽക്കുന്ന കന്യക സാബ്ര. പ്രഭുവിന്റെ മകളാണെങ്കിലും ആ പെൺകുട്ടി വളരെ സ്നേഹമുള്ളവളായിരുന്നു. മനുഷ്യത്വമുള്ളവളായിരുന്നു. അങ്ങനെ പറയൂ, അതാണ് ശരി. മനുഷ്യത്വം. അവൾ പ്രഭുവിന്റെ മകളായിരുന്നതുകൊണ്ടാണ് ഇത്രയും കാലം ഒരു ആപത്തും സംഭവിക്കാതിരുന്നത്. അവളുടെ രഹസ്യം പരസ്യമാണ്. എന്ത് രഹസ്യം? അവൾ യേശുഭക്തയായിരുന്നു. സാബ്ര,
ആ യേശുവിൽ വിശ്വസിച്ചിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇത്തവണ അവൾക്ക് നറുക്കു വീണത്, വ്യാളിയുടെ വായിലേക്ക് പോകുന്നത്. എന്തായാലും പ്രഭു ആകെ തളർന്നുപോയി. ഒറ്റ മകളല്ലേ, ആ കുട്ടിയെ അദ്ദേഹത്തിന് ജീവനായിരുന്നു. അതെ, അതുകൊണ്ടാണ് വിവാഹം കഴിപ്പിച്ചയക്കുന്നത് പോലെയാണ് അദ്ദേഹം മകൾ സാബ്രയെ അയക്കുന്നത്. വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് വ്യാളി ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത്. എന്തായാലും ഈ വ്യാളി ദൈവം വളരെ വിരുദ്ധനാണ്. ഓരോ ദിവസവും ഓരോ വിവാഹമല്ലേ. മധുവിധു കഴിഞ്ഞാൽ ഉടനെ മണവാട്ടിയെ വിഴുങ്ങും. അതാ മകളെ യാത്രയാക്കാൻ പ്രഭുവും കൂട്ടരും വരുന്നുണ്ട്. മകളെ സാബ്ര, അവിടുന്ന് ധൈര്യമായി പൊയ്ക്കുള്ളൂ. എനിക്കൊന്നും സംഭവിക്കുകയില്ല. എനിക്കൊരു രക്ഷകനുണ്ട്. ശരിയാണ്, ഇനി ഇവിടെ നിൽക്കുന്നത് ഉചിതമല്ല. കന്യകയെ കണ്ടാൽ വ്യാളി ദൈവത്തിന്റെ സ്വഭാവം മാറും. വരുന്ന വഴി നമ്മളെയെല്ലാം എടുത്തു വിഴുങ്ങിക്കളയും. വരൂ, ഈ മലയിൽ നിന്ന് കുറെ കൂടി താഴേക്ക് ഇറങ്ങി നിൽക്കാം. എന്റെ യേശുവേ, പൊന്നുനാഥ, അവിടുന്ന് വന്ന് എന്നെ രക്ഷിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. കടലും മുക്കോരുടെ പടകുലഞ്ഞ് അത് മുങ്ങാൻ പോയപ്പോ കാറ്റിനെയും കടലിനെയും ശാസിച്ച് വരുതിയിൽ നിർത്തിയവനാണ് അങ്ങ്. കടലിന് മീതെ നടന്നവനാണ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്നവനാണ് എന്റെ രക്ഷകൻ. എന്നെ കാത്തുകൊള്ളണമേ. കർത്താവേ, അവിടുന്ന് വരില്ലേ, അവിടുന്ന് വരില്ലേ, എന്റെ അരുമനാഥ. സഹോദരി, കണ്ണുകൾ തുറക്കൂ. നീ ആരാണ്? കണ്ടിട്ട് ഒരു രാജകുമാരിയെ പോലെ തോന്നുന്നല്ലോ. ആരാണ് നീ? എന്താണ് വിവാഹ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുന്നത്? പ്രഭു, ഞാൻ ഈ നാട്ടിലെ പ്രഭുവിന്റെ മകളാണ്. പേര് സാബ്ര. ഞാനൊരു യേശു ഭക്തിയാണ്. പരിചയപ്പെട്ടതിൽ സന്തോഷം. ഞാനും യേശു ക്രിസ്തുവിൻ്റെ ഒരു എളിയ ദാസനാണ്. പണ്ട് പട്ടാളക്കാരനായിരുന്നു. ഇപ്പോൾ സുവിശേഷ വേലകളുമായി കർത്താവിനെ സ്തുതിച്ച് നടക്കുന്നു. എൻ്റെ പേര് ഗീവർഗീസ്. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. എന്നാൽ അവിടുന്ന് ഇനി അധികം നേരം ഇവിടെ നിൽക്കരുത്. എന്നെ ആക്രമിക്കാൻ ആ സർപ്പം ഇപ്പോൾ വരും. ഓ, വ്യാളി ദൈവം, ഇന്ന് നിന്റെ ഊഴമാണല്ലേ. വരട്ടെ, ആ സർപ്പദൈവത്തെ കാണാനാണ് ഞാനും വന്നത്. അവിടുന്ന് പേടിയില്ലേ? പേടിയോ? എന്തിന്? ഞാൻ കർത്താവായ യേശുവിൻ്റെ ദാസനാണ്. എനിക്കെന്ത് പേടിക്കാനിരിക്കുന്നു? സത്യത്തിൽ എന്നെ ഇപ്പോൾ ഇങ്ങോട്ട് അയച്ചത് നിത്യരക്ഷകനായ കർത്താവാണ്, നിന്നെ രക്ഷിക്കാൻ. അതുവഴി ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ മധ്യസ്ഥനായിട്ട് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. സാബ്ര, നീ കണ്ടുകൊള്ളൂ, ഞാൻ ആ സർപ്പവുമായി ഏറ്റുമുട്ടാൻ പോവുകയാണ്. സർപ്പം സാത്താനായ ലെഗിയോന്റെ പ്രതിരൂപമാണ്. ഞാനോ ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പടയാളിയും. ആത്മനാഥൻ നമ്മളെ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് സാബ്ര, നീ കണ്ടു നിന്നുകൊള്ളൂ.
അതാരാണ്? ആരാണ് മകളെ ആ വ്യാളിയുമായി യുദ്ധം ചെയ്യുന്നത്? അത് മഹോന്നതനായ യേശുക്രിസ്തുവിന്റെ എളിയദാസൻ ഗീവർഗീസ്. എന്നെയും ഈ നാട്ടിലുള്ള എല്ലാവരെയും രക്ഷിക്കാൻ കർത്താവായ യേശു അയച്ചതാണ്. കർത്താവേ, എന്നെ ഇങ്ങോട്ടയച്ചത് കർത്താവാണ്. യേശുവിന്റെ മഹത്വം കാണുന്ന സാക്ഷികളാണ് നിങ്ങൾ. നോക്കൂ, സർപ്പം മരിച്ചിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനിതാ ആ സർപ്പത്തിന്റെ തല തകർക്കുന്നു. അതാ ആ വ്യാളിയെ സുവിശേഷകൻ തകർത്തു, വ്യാളിയെ കൊന്നു. ഈ രാജ്യത്തെ ആ യേശു ഭക്തൻ രക്ഷിച്ചു. യേശുവേ, അവിടെ നിന്ന് സ്തോത്രം. യേശുവേ, ലോകരക്ഷകാ, അവിടുന്ന് സ്തുതി, സ്തോത്രം, നന്ദി. യേശുവേ, ലോകനാഥ, തെറ്റുകുറ്റങ്ങൾ പുറത്ത് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ, ഞങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൽ ലയിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നിർണയിക്കപ്പെട്ട സമയത്ത് അവൻ നീതിയോടെ വിധിച്ചു. നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. യേശു, അവിടുന്ന് നമ്മുടെ എല്ലാം രക്ഷകനാണ്. പരിശുദ്ധ, അവിടെ നിന്ന് ഞങ്ങൾക്കെല്ലാം സ്നാനം നൽകണം. നിശ്ചയമായും ഈ നീരുറവയിൽ തന്നെ മുക്കി നിങ്ങളെ ഞാൻ സ്നാനപ്പെടുത്താം. കർത്താവായ യേശു നമ്മുടെ രക്ഷകൻ. കർത്താവായ യേശു നമ്മുടെ രക്ഷകൻ. കർത്താവായ യേശു നമ്മുടെ രക്ഷകൻ. കർത്താവായ യേശു നമ്മുടെ രക്ഷകൻ. വാരുളി വിതറും വാനിടവും ഭൂമിയും അഖില ചരാചരവും തീർത്ഥമഹോന്നത പാലകനെ നിത്യം വാഴ്ത്തിടാം. വാരുളി വിതറും വാനിടവും ഭൂമിയും അഖില ചരാചരവും തീർത്ഥമഹോന്നത പാലകനെ നിത്യം വാഴ്ത്തിടാം. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗീവർഗീസിന്റെ മാധ്യസ്ഥ ശക്തി നമുക്കേവർക്കും തികച്ചും ബോധ്യമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ധീരസഹനത്തെ അനുകരിക്കാൻ നാം തയ്യാറുണ്ടോ? വ്യാളിയുടെ കഥ ഐതിഹ്യമാണെങ്കിലും അത് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഈശോയിൽ വിശ്വസിച്ച് മുന്നേറുമ്പോൾ പ്രലോഭനങ്ങളുണ്ടാകും, ഭീഷണിയുണ്ടാകും, വിപത്തുകളുണ്ടാകും. കൂട്ടായ്മയായ സഭയിൽ പരസ്പരം സഹായിച്ചും ആപത്തുകളിൽ തുണച്ചും ഒരുമിച്ച് മുന്നേറുക. അന്തിമ വിജയം സത്യത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ്. നന്ദി.